ഖുർആൻ പാരായണത്തിന്റെ സുജൂദ്, തിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണം നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സുജൂദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സുജൂദുകൾ ഇതുപോലുള്ള വരുന്ന ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ആ സമയത്ത് സുജൂദ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, മുഅക്കദായ സുന്നത്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, സുന്നത്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ എന്തായാലും നിർബന്ധം അല്ലെങ്കിൽ തന്നെയും വളരെ കണിശമായ മുഅക്കദായ പ്രധാനപ്പെട്ട സുന്നത്തായിട്ട് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്ം പാരായണം ചെയ്യുന്ന സമയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു, മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ജിന്നുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും സുജൂദ് ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസിന്റെ അതുമായി ബന്ധപ്പെട്ട് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത്, ഈ സുജൂദിന് നമ്മളിൽ പല ആൾക്കാരും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഈ സുജൂദ് ചെയ്യണമെങ്കിൽ ഉദു വേണോ? വേണ്ട ആവശ്യമില്ല, ഉണ്ടായാൽ നല്ലത്. ഉദു എപ്പോഴും ഈ ആയത്തുകൾ പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ നമ്മൾ ഉദുവിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ എപ്പോഴാണോ ഇത് കേൾക്കുന്നത് അവിടെ സുജൂദ് ചെയ്യലാണ് നിർബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സുന്നത്തായിട്ടുള്ളത്. ഇനി ഈ സുജൂദ് ഖിബിലക്ക് അഭിമുഖമായിട്ട് വേണോ? അതും ഹദീസുകളിൽ എവിടെയും കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിശ്വാസികൾ, മുശ്രിക്കുകളായ ആളുകൾ സുജൂദ് ചെയ്തു, അവർക്കുതുണ്ടോ? അവർ സുജൂദ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. മാത്രമല്ല, ആർക്കൊക്കെ ഇതിൽ ഉദു ഇല്ലാത്തൊരു ഉദു ഉണ്ടെന്ന് മുസ്ലിങ്ങളായ ആൾക്കാരോട് ചോദിച്ചില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദു വേണമെന്ന് കൽപ്പിക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈ തിലാവത്തിന്റെ സുജൂദ് അത് ആയത്തുകൾ പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ നമ്മൾ ഉദു ഇല്ലെങ്കിലും അവിടെ എന്ത് ചെയ്യാം? സുജൂദ് ചെയ്യാം. ഇനി ചില ആൾക്കാർ ചോദിക്കും, ഇപ്പോൾ ആർത്തവകാരി, അതുപോലെ തന്നെ നിഫാസുകാരി, പ്രസവരക്തം ഒക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവരും ഈ ഖുർആൻ സുജൂദ് തിലാവ കേൾക്കുകയാണെങ്കിൽ അവരും സുജൂദ് ചെയ്യണമെന്നാണ്. ഒരു ജനാപത്തുകാരന് ഖുർആൻ തന്നെ ഓതാൻ തന്നെ പറ്റില്ല. എന്നാലും എന്ത് ചെയ്യണം? അവൻ ആ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ സുജൂദ് ചെയ്യണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നതാണ്. കാരണം ഉദു വേണമെന്നോ ഖിബിലക്ക് അഭിമുഖമായി വേണമെന്നോ മറ്റുള്ള നിബന്ധനകളൊന്നും വെക്കാത്തിടത്തോളം കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്നറിയപ്പെട്ട കാര്യമല്ല, പറഞ്ഞതായി യാതൊരു തെളിവുമില്ല. അപ്പോൾ പറയുന്നത്, ഏത് ആളുകൾ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിലും സുജൂദ് തിലാവ, അപ്പം അതിന് ഗൗരവം മനസ്സിലായി. സുജൂദ് തിലാവ കേട്ടിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അവിടെ സുജൂദ് ചെയ്യണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മക്കയിൽ വെച്ച് സൂറത്തുൻ നജ്ം ഓതി, അപ്പോൾ സുജൂദ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സുജൂദ് ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു വയോവൃദ്ധനായ ഒരാളെ കണ്ടു. അയാൾ മാത്രം സുജൂദ് ചെയ്തില്ല. അയാൾ എന്ത് ചെയ്തു? അയാളെ കയ്യിൽ കല്ലോ അല്ലെങ്കിൽ കുറച്ച് മണ്ണോ ഒക്കെ എടുത്തിട്ട് അയാൾ എന്ത് ചെയ്തു? നെറ്റിൻ്റെ ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഇത്ര മതി, എന്നാലും ഞാൻ സുജൂദ് ചെയ്യൂലാന്ന്. അതാണ് അതിനർത്ഥം, എനിക്ക് ഇത്ര മതി. എന്നാലും തല കുമ്പിടാൻ കുനിയാൻ കഴിയാത്തതുകൊണ്ടല്ല, അയാൾ എന്ത് ചെയ്തു? അങ്ങനെ സുജൂദ് ചെയ്തില്ല. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അയാളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അയാൾ അവിശ്വാസിയായിട്ടാണ് വധിക്കപ്പെട്ടത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ബുഖാരിയൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് കേട്ടിട്ട് ഒരാൾ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ, മനഃപൂർവ്വം സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ധിക്കാരത്തോടുകൂടി സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണെന്ന് മനസ്സിലാണത്. അപ്പോൾ ഇയാളുടെ പരിണിത ഫലം അങ്ങനെ ഉണ്ടായതെന്നത് കൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് അവസരത്തിലാണെങ്കിലും ഈ ആയത്തുകൾ 14 or 15 പ്രാവശ്യമാണ് സുജൂദിൻ്റെ ആയത്തുകൾ വന്നിട്ടുള്ളത്. 15 എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. സൂറത്തുൽ ഹജ്ജിലൊക്കെ 2 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. അതുപോലെ ഒന്ന് ശുക്രിൻ്റെ സുജൂദാണ് അല്ല എന്ന് പറഞ്ഞ ഇതുണ്ടായതുകൊണ്ടാണ് 14 or 15 പറയാൻ കാരണം. അപ്പോൾ എന്തായിരുന്നാലും ആ സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ആയത്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണമെന്നർത്ഥം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ചില സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുജൂദ് ചെയ്യും. ഹത്താ മാ യജിദു അഹദുനാ മൗളിഉ ജബ്ഹതിഹി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? ചിലപ്പോൾ ചിലർക്ക് നിലത്ത് നെറ്റിത്തടം വെക്കാൻ പോലും സ്ഥലം ഉണ്ടാകാറില്ല. അത്രമാത്രം എല്ലാവരും കണ്ടവർ മുഴുവൻ സുജൂദ് ചെയ്തിരുന്നു. അവിടെ ഒന്നുണ്ടോ ഒന്നുമില്ലയോ നോക്കിയില്ലല്ലോ, എല്ലാവരും സുജൂദ് ചെയ്ത്. ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യണത്.
ഈ ഹദീസ്. അപ്പോൾ അത്ര പ്രധാനമുള്ളൊരു കാര്യമാണ് ഈ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാഹനത്തിൽ പോകുമ്പോൾ അവിടെ ഇരുന്നാണ് നേരെ സുജൂദ് ചെയ്യാൻ കഴിയില്ല, വായുത്തിലിരുന്ന് സുജൂദ് ചെയ്യുക. ഒരാൾ ഇരുന്നുകൊണ്ട് പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം സുജൂദിക്ക് പോകാൻ കഴിയാത്ത ആളുണ്ടാവും. അയാളെ സംബന്ധിച്ചിടത്തോളം ആളെ എങ്ങനെയാണോ ആൾ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്നത് അതുപോലെയാണ് സുജൂദ് ചെയ്യേണ്ടത്. ഖിബിലക്ക് അഭിമുഖമായിട്ടാണെന്നോ അല്ലെങ്കിൽ ശുദ്ധിയാവണമെന്നോ ഇനി അത്ര മോശപ്പെടാത്ത വസ്ത്രം. ഇപ്പോൾ ഒരാൾ അടിവസ്ത്രം മാത്രം ഇട്ടിട്ട് ആണെങ്കിൽ അയാൾ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ സുജൂദ് വേറെ ഏതെങ്കിലും വസ്ത്രങ്ങൾക്ക് അത്യാവശ്യം വസ്ത്രം കിട്ടുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ ചെയ്യാം, അയാൾക്ക് സുജൂദ് ചെയ്യാം. അപ്പോൾ ഏത് പരിസ്ഥിതിയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ഈ സുജൂദിൻ്റെ ആയത്തുകളാണോ ഓതുന്നത് കേട്ടാൽ അപ്പോൾ യാതൊന്നും നോക്കാതെ ആ സമയത്ത് സുജൂദ് ചെയ്യണമെന്നാണ്. എന്നാൽ ഈ കാര്യത്തിൽ അത്ര മാത്രം ശുഷ്കാന്തി ആളുകൾ പ്രകടിപ്പിക്കണില്ല, എന്നാൽ ആൾക്കാർ ശ്രദ്ധിക്കണില്ല. അതെന്താണ്? ഇതിൻ്റെ ഗൗരവവും പ്രാധാന്യവും വേണ്ടത്ര മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാൾ സുജൂദ് ചെയ്യേണ്ട ആയത്ത് പാരായണം ചെയ്താൽ അയാൾ സുജൂദ് ചെയ്യണം, അയാൾ സുജൂദ് ചെയ്യും. അപ്പോൾ പിശാച് ശൈത്താനെ കരഞ്ഞാണ്ട് ഓടുന്നതാണ്. എന്നിട്ട് അവൻ പറയും വയലുൽ എന്ന് പറയും, എൻ്റെ നാശം എന്ന് പറയും. എന്നിട്ട് പറയും മനുഷ്യന്മാരോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയും അവൻ സുജൂദ് ചെയ്യുകയും ചെയ്തു. എന്നാൽ മനുഷ്യന്മാരോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ കൽപ്പന സ്വീകരിച്ചു, അവർക്കതുകൊണ്ട് സ്വർഗമുണ്ട്. എന്നാൽ എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല, അത് വിസമ്മതിക്കുകയാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് നരകമാണെന്നാ അത് പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ സുജൂദ് കേട്ടിട്ട് അത് ചെയ്യാതെ കരുതുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സുജൂദ് ചെയ്യണമെന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഈ സുജൂദ് ചെയ്യുമ്പോൾ അവൻ്റെ പദവി അള്ളാഹു ഉയർത്തി കൊടുക്കും, അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ ആണോ വേണ്ടേ എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ നിർബന്ധമാണ് എന്നാണ് മിക്ക പണ്ഡിതന്മാർക്കും അഭിപ്രായമുള്ളത്. ചില ആൾക്കാർ മാത്രമാണ് മുഅക്കദായ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഭൂരിഭാഗം പണ്ഡിതന്മാരും മുഅക്കദായ സുന്നത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു വെള്ളിയാഴ്ച ദിവസം മിമ്പർ വന്നുകൊണ്ട് ഞാൻ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ സുജൂദിൻ്റെ ആയത്ത് ഓതി താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ജനങ്ങളൊക്കെ സുജൂദ് ചെയ്തു. എന്നാൽ അടുത്ത ജുമുഅയിലും ഇതുപോലെ ആ സൂറത്ത് സുജൂദിൻ്റെ ആയത്ത് ഓതി. അപ്പോൾ ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു? അന്ന് സുജൂദ് ചെയ്തതുമില്ല. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നമ്മൾ സുജൂദിൻ്റെ ആയത്തുകളുടെ ചില സന്ദർഭങ്ങളിൽ കടന്നു പോകും. അപ്പോൾ ആരെങ്കിലും സുജൂദ് ചെയ്തവന് സുന്നത്ത് ലഭിച്ചു, എന്നാൽ സുജൂദ് ചെയ്യാത്തവൻ്റെ മേൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറ്റം കിട്ടില്ല, മനഃപൂർവ്വം അല്ലെങ്കിൽ ധിക്കാരത്തോടുകൂടി അല്ലെങ്കിൽ കുറ്റമൊന്നും കിട്ടില്ല. പക്ഷേ സുജൂദ് മിമ്പർമ ഖുത്ബ പറയുമ്പോൾ പോലും, ഞാൻ ഈ ഹദീസ് കുറേ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുന്ന സമയത്ത്, എന്നാൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഖുത്ബ പറഞ്ഞ സമയത്ത് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു. എന്നാൽ മിമ്പർമന്ത് പ്രാവശ്യം ഖുത്ബ പറഞ്ഞിട്ട് പിന്നെ സുജൂദ് ചെയ്യാൻ വേണ്ടി ആയത്ത് ഓതിയപ്പോൾ ഇറങ്ങി. അതിൽ കുറച്ച് പ്രായമായ ആൾക്കാർ പിന്നെ ഇതുവരെ കാണാത്ത കാര്യമാണല്ലോ അങ്ങനെയാണല്ലോ ഒക്കെ പറഞ്ഞ് പിന്നെ എന്താ ആരെങ്കിലും ഇതിന് മാതൃക ഉണ്ടോ ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞു. ഇമാം ബുഖാരി അതുപോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന ഒരു ഹദീസാണത്. മിമ്പർമ ഖുത്ബ ഓതുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് സംഭവിച്ച ഒരു കാര്യം. അപ്പോൾ ചെയ്യാതിരിക്കും ചെയ്യാം, പക്ഷെ ആളുകൾക്ക് പഠിപ്പിക്കണമല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആദ്യം പറയേണ്ടിയിരുന്നു. അങ്ങനെ സുജൂദിനെ കുറിച്ച്, സുജൂദ് തിലാവയെ കുറിച്ച് ആദ്യം പറയേണ്ടിയിരുന്നു. അപ്പോൾ വലിയ വിഷയമായി. പിന്നത്തെ പ്രാവശ്യം അത് വേറൊരു കുത്തുബിലത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പറഞ്ഞു, ക്ലിയറായി. അപ്പോൾ നമ്മൾ പറയാതെ പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ മനുഷ്യന്മാരുടെ ഒരു വിശ്വാസം ഉണ്ടാവും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്നൊക്കെ ചില ആൾക്കാർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും. പല ആളുകൾക്കും അറിയണതാണ് ആയിരിക്കും, എങ്കിലും പല ആൾക്കാർക്കും അറിയാത്തവരുണ്ടാവും. അപ്പോൾ സുജൂദ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെ നിർബന്ധമാക്കിയിട്ടില്ല. ഉദ്ദേശിക്കുന്നവർക്ക് സുജൂദ് ചെയ്യാം, അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യേണ്ടതില്ല. എന്നാൽ സുജൂദ് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിസ്കാരത്തിലായാലും നിസ്കാരത്തിന് പുറത്തായാലും ഒക്കെ ഈ ഖുർആൻ പാരായണത്തിൻ്റെ സുജൂദ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇപ്പോൾ നിസ്കാരത്തിലാണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സുജൂദിലേക്ക് പോകും നമ്മൾ. എന്നാൽ അല്ലാത്ത സമയത്ത് വേണോ വേണ്ടേ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് വെറുതെ നമ്മൾ നിൽക്കുകയാണെങ്കിലും
സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണം. അതുപോലെ തന്നെ സുജൂദ് കഴിഞ്ഞാൽ സലാം വീട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് യാതൊരു തെളിവുമില്ല. എന്നാൽ ചില പ്രബലരായ ചില പണ്ഡിതന്മാർ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സന്ദർഭത്തിലാണെങ്കിലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ള നിലക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്ത് അങ്ങനെ തന്നെ നേരെ എണീറ്റ് പോരാ, സലാം വീട്ടേണ്ട ആവശ്യമില്ല. അതും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. തീരെ തക്ബീറും അതുപോലെ തന്നെ സലാം വീട്ടുന്ന ഇതൊന്നും ഇല്ലാതെ ആ നിലക്കാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നേരെ സുജൂദിലേക്ക് വീഴുക എന്നർത്ഥം.